ഹായ് നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേ വിൻഡോ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് വാസ്തുവിൽ എത്രമാത്രം നമുക്ക് പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പം ബേ വിൻഡോ ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ബേ വിൻഡോ വേണം. ബേ വിൻഡോ എന്ന് പറയുന്നത് ഇപ്പോൾ വിൻഡോയോട് ചേർന്നൊരു സ്ലാബ് ചെയ്തിട്ട് അതിൽ കിടക്കുക, ഇരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സ്. ബുക്ക് വായിക്കുക, ബുക്ക് എടുത്ത് വയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ കോൺസെപ്റ്റ് തന്നെയാണ് ബേ വിൻഡോ. പക്ഷേ ചില കാര്യങ്ങൾ ബേ വിൻഡോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതായത് ബേ വിൻഡോ എവിടെയൊക്കെ ആവാം എന്നുള്ളതിനെ പറ്റി ഒരു വിശദമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഞാൻ ഈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബേ വിൻഡോ എന്ന് പറയുന്നത് നമുക്ക് ഒരു വിൻഡോ അറിയാമല്ലോ. വിൻഡോസ് എത്രമാത്രം വീടുകളിൽ കൂടുന്നു അത്രത്തോളം വീട്ടിലേക്ക് കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടും. അപ്പം ഈ ബേ വിൻഡോ എന്ന് പറയുന്നത് ഒരു പ്രൊജക്ഷൻ ആംഗിളിലാണ് വയ്ക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ബേ വിൻഡോ ചെയ്യാം. നമുക്ക് വീട്ടിനകത്തോട്ട് സ്ലാബ് ചെയ്തും ബേ വിൻഡോ ചെയ്യാം. ബേ വിൻഡോ പുറത്തേക്ക്, നോർമലി നമ്മൾ ബേ വിൻഡോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പുറത്തേക്ക് തള്ളി ചെയ്യുന്നതിന് തന്നെയാണ് ബേ വിൻഡോ എന്ന് നമ്മൾ പറയുന്നത്. ശരിക്കും അത് നേരെ പണ്ടത്തെ കാലത്ത് അത് ഒരു പ്രത്യേക ഷേപ്പിൽ നമ്മളിപ്പോൾ രണ്ട് പാളി നേരെയും വന്ന് രണ്ട് പാളി സൈഡിലും വന്ന രീതിയിലാണ് ബേ വിൻഡോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 വർഷം മുമ്പേ നിലവിലുള്ള ഒരു രീതിയാണ്. പക്ഷെ അതിനകത്ത് ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുന്നു. ഇപ്പം വിൻഡോ തള്ളിരിക്കുന്ന വിൻഡോയൊക്കെ നമ്മൾ ബേ വിൻഡോ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പം ബേ വിൻഡോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേ വിൻഡോ ഒരിക്കലും നമ്മൾ കന്നിമൂല മുറിയിൽ ബേ വിൻഡോ, കന്നിമൂലയുടെ തൊട്ടടുത്ത് ആ ഭാഗത്തായിട്ട് ബേ വിൻഡോ വരാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ കന്നിമൂല നമുക്കറിയാമല്ലോ, വാസ്തു ശാസ്ത്ര നിയമപ്രകാരം കന്നിമൂല തള്ളി വരിക എന്ന് പറയുന്നത് ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് വാസ്തു കാണുന്നത്. ഒപ്പം തന്നെ നമുക്കിപ്പോൾ പടിഞ്ഞാറോട്ടോ തെക്കോട്ടോ നമ്മൾ ഒരു പ്രൊജക്ഷൻ കൊണ്ടുവന്നാലും അത് വാസ്തുപരമായിട്ട് നല്ല കാര്യമായിരിക്കില്ല. അപ്പം അത് വേറൊരു ചോദ്യം കൂടി വരും. ഇത് നമ്മളിപ്പോൾ മുകളിലത്തെ നില ആണെങ്കിൽ എങ്ങനെ, താഴത്തെ നിലയിൽ മാത്രമാണോ ഇത് ആപ്ലിക്കബിൾ എന്ന് ചോദിക്കാറുണ്ട്. ഇത് രണ്ട് നിലയിലോ എത്ര നിലയാണെങ്കിലും ഇത് ആപ്ലിക്കബിൾ തന്നെയാണ്. നമ്മൾ തള്ളുന്ന പോർഷൻ, ആ വാസ്തുമണ്ഡലം നമ്മൾ എടുക്കുന്ന വാസ്തുവിൻ്റെ നമ്മളിപ്പോൾ ആരൂഢം എന്ന് പറയുന്ന സങ്കല്പത്തിൽ വരുന്ന നമ്മുടെ ഏത് ഏരിയ ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അവിടെയെല്ലാം ഈ കന്നിമൂല എന്ന് പറയുന്ന ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് ഒരു കാരണവശാലും എക്സ്റ്റൻഷൻസ് നമ്മൾ അലോ ചെയ്യാറില്ല വാസ്തു. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ എക്സ്റ്റൻഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ ബേ വിൻഡോ വരുമ്പോൾ ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന സംഭവം അവിടെ വരികയും ആ പ്രിൻസിപ്പിൾ തെറ്റുകയും ചെയ്യുന്നുണ്ട്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ പറയും കന്നിമൂല ഭാഗത്ത് ബേ വിൻഡോ. അപ്പോൾ ഞാൻ എപ്പോഴും ഏതൊരു പ്ലാൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു അവസരത്തിലും ഇപ്പോൾ ഒരുപാട് ഇത് ഒരു ട്രെൻഡായി വരുന്നതുകൊണ്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. കാര്യം മാസ്റ്റർ ബെഡ്റൂമിലാണല്ലോ സ്വാഭാവികമായിട്ടും ഈ എക്സ്റ്റൻഷൻ വേണ്ടത്. അപ്പോൾ അവർ കൂടുതൽ ചിലവ് അവരുടെ ബെഡ്റൂം എന്ന് പറയുന്നത് ഈ മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട്, അത് കന്നിമൂല ബെഡ്റൂം ആയതുകൊണ്ട് അവിടെ തന്നെ ആ ഒരു ബേ വിൻഡോ വരണമെന്ന ആഗ്രഹം പലരും പ്രകടിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നമ്മൾ ആ കന്നിമൂല ഭാഗം വിട്ടിട്ട് മാക്സിമം നമ്മൾ ഇങ്ങോട്ട് വന്ന് കഴിയുന്നതും നമ്മൾ ഒരു ബേ വിൻഡോ ഒരുപാട് തള്ളി വാർക്കാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ പർപ്പസിന് നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയും കൊടുക്കാം. പക്ഷേ അതൊരു റിയൽ സിനാരിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ബേ വിൻഡോ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് ആ സെക്ടറിൽ വരുന്ന ബെഡ്റൂംസിനോ അല്ലെങ്കിൽ സ്റ്റഡി റൂംസിനോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ആയാലും നമുക്ക് കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങനെ പ്രൊജക്ഷൻസ് വരികയാണെങ്കിൽ അത് വാസ്തുവിൽ ഗുണകരമായ അവസ്ഥ സൃഷ്ടിക്കും. നമ്മളിപ്പം നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ ഒരു ബേ വിൻഡോ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഗുണങ്ങൾ കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ആംഗിൾ നോർത്ത് ഈസ്റ്റിൽ ഭാഗത്തുനിന്ന് മുറിയുന്നത് മാത്രമല്ല, ഏത് മുറിയുടെയും നോർത്ത് ഭാഗത്തോട്ടോ ഈസ്റ്റ് ഭാഗത്തോട്ടോ പ്രൊജക്ഷൻ വരുന്ന രീതിയിൽ ബേ വിൻഡോ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ബേ വിൻഡോ നല്ലൊരു ആർക്കിടെക്ചറൽ കോൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കന്നിമൂല മുറിയിൽ വരുമ്പോൾ ആ ബേ വിൻഡോ നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും നല്ലത് നമ്മൾ ആ കന്നിമൂലയിൽ ആ പ്രൊജക്ഷൻ വരാതിരിക്കുക എന്നുള്ളത് തന്നെ വാസ്തവപരമായിട്ടുള്ള ഒരു
ഗുണം നമുക്കവിടെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സംഭവം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റു നല്ല വീഡിയോ നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.